പർപ്പിളിൽ നിന്ന് ഞാൻ വാങ്ങിയ 3 പ്രൊഡക്ട്സാണ്. നമുക്കിതിൻ്റെ റിവ്യൂ നോക്കിയാലോ. ഫസ്റ്റ് വണ് മാമ എർത്തിൻ്റെ ക്രീമി മീറ്റ് ആണ്. റോസ് ന്യൂഡ് എന്നാണ് ഈ ഷെയ്ഡിൻ്റെ പേര് വരുന്നത്. നല്ലൊരു ക്രീമി ടെക്സ്ചറാണ് ഈ ലിപ്സ്റ്റിക്കിന് ഉള്ളത്. അതോടൊപ്പം തന്നെ ഏത് സ്കിൻ ടോണുകാർക്കും സ്യൂട്ടബിളാണ് ഈ കളർ എന്ന് പറയുന്നത്. നല്ല ഒരു ഷെയ്ഡാണ്. ക്രീമി ടെക്സ്ചർ ആയതുകൊണ്ട് അത് പെട്ടെന്ന് ഡ്രൈ ആകാനുള്ള സാധ്യത കുറവാണ്. അതോടൊപ്പം തന്നെ ഇതൊരു 8 അവേഴ്സോളം നമുക്ക് ഇത് നമ്മുടെ ലിപ്സിൽ നമുക്ക് ലാസ്റ്റ് ചെയ്യും. അതോടൊപ്പം ക്രീമി ടെക്സ്ചർ ആയതുകൊണ്ട് അത് അത്ര പെട്ടെന്ന് അബ്സോർബായി പോകത്തില്ല. അപ്പോൾ എനിക്കിത് ഉപയോഗിച്ചിടത്തോളം ഈ മാമ എർത്തിൻ്റെ റോസ് ന്യൂഡ് എന്ന് പറയുന്ന ഈ ഷെയ്ഡ് നല്ലതാണ്. എനിക്കിത് ഓക്കെയാണ്, കംഫർട്ടബിളാണ്. എൻ്റെ സ്കിൻ ടോണിന് ഇത് മാച്ചാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു പ്രൊഡക്റ്റുമായിട്ട് വെച്ച് നോക്കുമ്പോൾ. നെക്സ്റ്റ് വൺ കാർമെസിയുടെ നാച്ചുറൽ ഡിയോറിൻ റോൾ ഓൺ ആണ്. ഇത് സിട്രസി ഫ്ലേവറാണ് വരുന്നത്. ആൻഡ് ഇത് എനിക്ക് അത്ര കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്തില്ല. ഒരു മാക്സിമം 4 അവേഴ്സിനടുത്തേ ഇത് ലാസ്റ്റ് ചെയ്യത്തുള്ളൂ. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ആ ഒരു ഫ്ലേവറോ ഇടുമ്പോൾ നല്ല ഫ്ലേവറാണ് എങ്കിൽ പോലും നമുക്കത് ലോങ് ലാസ്റ്റ് ചെയ്യത്തില്ല. റെയ്നിയുടെ മിഡ് നൈറ്റ് കാജലാണ്. 24 അവേഴ്സൊന്നും അത് ലോങ് ലാസ്റ്റ് ചെയ്യത്തില്ല. ബട്ട് ബാക്കിയുള്ള കാജൽസിനെ വെച്ച് നോക്കുമ്പോൾ ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ് എന്ന് തന്നെ പറയാം. അതോടൊപ്പം സ്മഡ്ജ് ഫ്രീ ആണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് അത്രയ്ക്കും അല്ല. ബട്ട് ബാക്കിയുള്ളതിനെ വെച്ച് നോക്കുമ്പോൾ ഇത് സ്മഡ്ജ് ഫ്രീ ആണ് എന്ന് പറയാം. കണ്ടില്ലേ, ഇത് സ്പ്രെഡ് ആകും. ബട്ട് എന്നാലും ബാക്കിയുള്ള കാജൽസിനെ വെച്ച് നോക്കുമ്പോൾ നല്ലതാണ്. അതോടൊപ്പം ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് നല്ല ബ്ലാക്കാണ്. നല്ല ക്രീമി ആയിട്ടുള്ള ടെക്സ്ചറാണ്. കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. ഇത് 3 കുറച്ച് മാസങ്ങളായി ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിൽ നിന്നും എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളാണ് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. താങ്ക്